എൻ്റെ ഡുണ്ടുകുട്ടാ. ഹായ് ഫ്രണ്ട്സ്, അജന്തിയ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് 5:30 ആയപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എൻ്റെ ഡുണ്ടുകുട്ടൻ ഇരിക്കണോ, ഡുണ്ടുകുട്ടൻ എന്നെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ ഇന്നാളൊരു ദിവസം തൊട്ടിപ്പോൾ 2 ദിവസം അടുപ്പിച്ചപ്പോൾ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഡുണ്ടുമോനെ. ഡുണ്ടുമോൻ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തോ ഒരു അറ്റാച്ച്മെൻറ്റാണ് എനിക്ക് എൻ്റെ അടുത്ത്. എനിക്കറിയുന്നില്ല, ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് എനിക്ക്. ഡുണ്ടുമോനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തോ ഒരു എന്തിൻ്റെയൊക്കെ എന്തോ ഒരു എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, ഭയങ്കര സ്നേഹം തോന്നുക. എനിക്കറിയില്ല. അങ്ങനെ നാളെയാണ് ഇലക്ഷൻ. നാളെ ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷന് എനിക്കും പതിവ് പോലെ തന്നെ എനിക്ക് വോട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വരെ എനിക്ക് അപ്പുറത്തെ വാർഡിൽ വോട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ആ വാർഡിൽ നിന്ന് വെട്ടി ഈ വാർഡിൽ ചേർത്തിട്ടില്ല. ഇവർ ചേർത്താം എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് ആരും ചേർക്കുന്നില്ല. ആർക്കും പുതിയ വോട്ടൊന്നും വേണ്ട. അവർക്കും ഒരു 10 വോട്ട് അവരുടെ രാഷ്ട്രീയക്കാർ അവരൊക്കെ വോട്ട് ചെയ്യുക ആൾക്കാരുണ്ട്. അതിൽ നിന്ന് ഒരു 10 പേരിൽ ഒരു 7 വോട്ട് ജയിക്കുന്ന പാർട്ടിക്കും, അല്ലെങ്കിൽ 2 വോട്ട് തോക്കുന്ന പാർട്ടിക്കും, പിന്നെ ഒരെണ്ണം സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെന്ന് പറഞ്ഞോണാണ് അവർ വോട്ട് പിടിക്കുന്നത്. അപ്പോൾ നമ്മളെ ആർക്കും വേണ്ട. ചുണ്ടുമുണ്ണി, മുത്തുപുണ്ണി, മുത്തുപുണ്ണി, ഇങ്ങോട്ട് വാ പൊണ്ണാ. ഇപ്പം കണ്ടില്ലേ എൻ്റെ സ്നേഹലാളനങ്ങൾ ഏറ്റുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ വർത്താനം പറയേണ്ടതൊക്കെ. അപ്പോൾ ചേട്ടൻ പറയുകയാണ് ഇവനെങ്ങനെ വെറുതെ കൊഞ്ചിച്ചാൽ മാത്രം പോലും ഇവനെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം, മീൻ കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലില്ല മീനൊക്കെ വല്ലപ്പോഴല്ലേ എന്ന് മേടിക്കുള്ളൂ. ഞാൻ അങ്ങനെ ഇവരെ കാത്തിരുന്ന് അവർക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ മീൻ വാങ്ങിക്കാറുമില്ല. മീൻ ഇല്ല. എനിക്കങ്ങനെ സ്നേഹിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മീനില്ല എൻ്റെ കയ്യിൽ. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വോട്ടില്ല. എനിക്ക് വോട്ടില്ല. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ആർക്കും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ആർക്കുമില്ല. ഒരു ചൂടുണ്ടോ എന്നാലും ചില ഭാഗങ്ങളിൽ കാണുമ്പോൾ നമ്മുടെ ഇവിടെയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് രാജൻ അത് എപ്പോഴും ജയിക്കൂട്ടോ. ആൾ എല്ലാ പ്രാവശ്യവും ജയിക്കുന്ന ഒരാളാണ്. പിന്നെ BJPയിൽ ആരാ, ബിജോയിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു ആളാണ് BJPയിൽ മത്സരിക്കുന്നത്. പിന്നെ കോൺഗ്രസ്സിലും അതേപോലെ. എനിക്ക് പരിചയമില്ല. ശരിക്കും പറഞ്ഞാൽ അവരൊന്നും രാജൻ മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലാണ്. അപ്പോൾ രാജൻ മന്ത്രി. അപ്പോൾ ആൾ ജയിക്കും എന്നാണ് എല്ലാവരുടെയും നമുക്കറിയാം. കാരണം ആൾ അത്യാവശ്യമൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പിന്നെ അറിയപ്പെടുന്ന ഒരാളാണ്, നമുക്ക് മനസ്സിലാവുന്ന ഒരാളാണ്. ആളെ പരിചയമുണ്ട്. എണീറ്റ് വന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു കോലാഹലമാണ് എനിക്കെന്ന് വെച്ചാൽ. നമ്മൾ എന്താ പറയുക, പല്ലൊക്കെ തേക്കിട്ടോ, മുടിയൊന്നും ഞാൻ അങ്ങനെയൊന്നും രാവിലെ മുടി കെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് വോട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. 18 വയസ്സാകുമ്പോഴേക്കും അച്ഛൻ വേഗം ഇലക്ഷൻ കാർഡ് ഉണ്ടാക്കി. അതൊരു അച്ഛന് നിർബന്ധമാണ്, വോട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പോകണം എന്നൊക്കെ. പിന്നെ വേറെ ബൂത്തിലോ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു കുടുംബത്തിലെ ഒരു അച്ഛൻ്റെ അമ്മയുടെയും മക്കളായി ജീവിക്കുന്ന എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ വോട്ട് ചെയ്യണം നിർബന്ധം. ഇത് എൻ്റെ മാത്രം അപ്രതിയാക്കിയിട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ പോയിരുന്നു. ഞാൻ പിന്നെ പോയി 2 വർഷത്തോളമൊക്കെ പോയി. പിന്നെ നമുക്ക് പിന്നെയും മാറ്റണില്ല. അവിടെ തന്നെ നമ്മൾ പിന്നെന്തിനാ എനിക്ക് എൻ്റെ വാർഡിൽ നിൽക്കുന്ന എൻ്റെ വാർഡല്ലേ എനിക്ക് രക്ഷിക്കേണ്ടത്. അപ്പുറത്തെ വാർഡിലുള്ളവർ കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പുറത്തെ വാർഡിലുള്ളവർക്ക് അത് കിട്ടണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ലല്ലോ. ഞാനല്ലേ രക്ഷപ്പെടേണ്ടത്, എൻ്റെ വാർഡല്ലേ രക്ഷപ്പെടേണ്ടത്. അപ്പം ഞാൻ ഇവിടെ വോട്ട് ചെയ്യാണ്ട് അവിടെ പോയിരുന്ന് വോട്ട് ചെയ്തിട്ട്
ഇവരെന്താണ്, അതായത് നമ്മൾ വോട്ട് ചെയ്തിടണോ അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല അതൊന്നും അല്ല ഇവർ വിഷയം. ഇവർക്ക് ആർക്കൊക്കെ ജയിക്കണം, ഇവർക്ക് ഭരിക്കണം, നമ്മളെ ഭരിക്കണം, നമ്മൾ പണിയെടുക്കണം, നമ്മൾ കാശ് മേടിക്കണം, അപ്പോഴും നമ്മൾ ഭരിക്കണം. പക്ഷേ എനിക്കതെന്താ പറയുക, താല്പര്യമില്ലായ്മ കാണിക്കുന്ന ഒരവസ്ഥയല്ലല്ലോ, അതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. നമ്മൾ ഒരു നിസ്സാര കാര്യമാണ്. നമുക്ക് എന്നുവെച്ചാൽ എനിക്ക് ആധാർ കാർഡുണ്ട്, എന്താ പറയുക, ആധാർ കാർഡുണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, 2 വീലറുണ്ട്, 4 വീലറുണ്ട്, പിന്നെ എന്തൊക്കെ വേണ്ടേ, പാൻ കാർഡ് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതെ, എത്ര 3 ബാങ്ക് ഉണ്ട് ഇപ്പം തന്നെ. ഇനി എന്ത് വേണം? ഇനി ഇതിലും കൂടുതൽ എന്ത് വേണം? പിന്നെ എനിക്ക് എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ അച്ഛനാണ് മരിച്ചിട്ടുള്ളൂ, എൻ്റെ സ്വന്തം സഹോദരങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട്, പിന്നെ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, പിന്നെ എന്താ പറയുക, ഭർത്താവിൻ്റെ വീട്ടുകാർ ജീവിച്ചിരിപ്പുണ്ട്, ഇവരെല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ എന്താണ് എൻ്റെ പ്രശ്നം? ഞാൻ ഈ നാട്ടിൽ അല്ലേ, ഇനി വല്ല ബംഗാളിയാണോ, അതോ വേറെ വല്ല എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇവിടെ എന്താ പറയുക, മനോരോഗികൾക്കായാലും പിന്നെ വേറെ എന്ത് ഭാഷയുള്ളവർക്കായാലും വോട്ടുണ്ട്, നമുക്ക് മാത്രം വോട്ടില്ല. അപ്പം ഇനി നമുക്ക് മനോരോഗം വരണം എന്നാണോ, അതോ നമുക്ക് വേറെ വല്ല മാനസികാവസ്ഥ തെറ്റണം എന്നാണോ, എന്താണെന്ന് എനിക്കറിയില്ല. അതിലൊക്കെ എഴുതും അതുള്ളവർക്കൊന്നും വോട്ടില്ല, തേങ്ങ വാങ്ങാമെന്നൊക്കെ. പക്ഷെ അവർക്ക് വരെ വോട്ടുണ്ട്, അവർ വരെ വോട്ട് ചെയ്യാൻ പോയ ഇത് ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് വോട്ടില്ല, നമുക്ക് മാത്രമേ വോട്ടില്ല. എനിക്കത് വിഷമമാണ്. എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് വള അതെന്താ, ഇനി ആ ദിവസത്തിനോട് എടുക്കുമ്പോൾ ഭയങ്കര സങ്കടം. നാളെയാണ് ആ ദിനം, നാളെയാണ് വോട്ടെടുപ്പ്. ഇവർക്ക് അങ്ങനെ വേണമെന്നൊന്നുമില്ല, ഇവർക്ക് അറിയാം. എൻ്റെ കൂടെ ഒരു 50 പേരുണ്ട്, അവർ വോട്ട് ചെയ്ത് ഞാൻ ജയിക്കും. നിൻ്റെ കൂടെ എത്ര പേരുണ്ട്? നിനക്ക് വോട്ട് ചെയ്തു. നീ 50 പേരിൽ അപ്പുറത്തെ ആൾ 50 പേരിൽ മറ്റാൾ അപ്പുറത്തേക്ക് കൂട്ടിയാൽ മാത്രമാണ് ഇവർ തോക്കുള്ളൂ. അപ്പോൾ ഇവർക്ക് അറിയാം ഇവർ ജയിക്കും, ഇന്നവർക്ക് അറിയാം ഇവർ ജയിക്കും, ഇന്നവർക്ക് അറിയാം ഇവർ തോക്കും എന്നൊക്കെ ഇവർക്ക് തന്നെ അറിയാം. പിന്നെ പുതിയ ആൾക്കാരെയൊന്നും താല്പര്യമില്ല. നമ്മൾ സാധാരണ പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ 18 വയസ്സായ എല്ലാവരും വന്ന് അന്വേഷിക്കൂ, നമുക്ക് വോട്ടർ ഐ ഡിയിൽ പേര് ചേർക്കണം കേട്ടോ, ഇതാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിപ്പോൾ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരായാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും, അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു BJP എന്ന് പറഞ്ഞ ഉണ്ട്. ആർക്കും താല്പര്യങ്ങളില്ല. അവരുടെ വിചാരം ഞങ്ങൾക്ക് ഇത്ര പേര്, ഞങ്ങൾ ജയിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യം, ഞങ്ങൾ ഇനിയും ജയിക്കും. ഇതങ്ങനെയല്ല. നമ്മൾ ഓരോ വീട്ടിലും എത്ര പേരുണ്ടോ അത്ര പേര് ജയിക്കണം, വോട്ട് ചെയ്യണം. അത് അവരുടെ അവകാശമാണ്. അവരുടെ അവകാശം എന്ത് ചെയ്യണം, അത് എന്നാ ഡേറ്റ് അത് പറഞ്ഞു. എൻ്റെ വീട്ടിൽ തന്നെ വന്നിട്ട് എത്രയോ പ്രാവശ്യം പറഞ്ഞു, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കട്ടെ, നമുക്ക് ഡേറ്റ് ഉണ്ട്, തേങ്ങേണ്ട മാങ്ങേണ്ട, വന്നു ഞാൻ വരട്ടോ, ഇങ്ങോട്ട് വരാൻ അന്വേഷിക്കുക. അപ്പം നമ്മൾ വിളിക്കുമ്പോൾ സമയമായിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയോ. ഇവിടെ വന്ന് എന്നെ കൺവീൻസ് ചെയ്തു, വേണ്ട അക്ഷയയിലേക്കൊന്നും പോകണ്ട, ഞങ്ങൾ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പോയ ടീമുകളാണ്. നേരം എനിക്ക് സങ്കടമായിട്ടാണ് കേട്ടോ പറയണം. എന്ത് ചെയ്യാനാ, ഇപ്രാവശ്യം എനിക്ക് വോട്ടില്ല. ആർക്കും എൻ്റെ വോട്ട് വേണ്ട. എൻ്റെ വോട്ട് കിട്ടിയിട്ടൊന്നുമല്ല അവർ ജയിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയാണെന്നുള്ളത്. അപ്പം എൻ്റെ വോട്ട് ആർക്കും വേണ്ട. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ വോട്ട് ആർക്കും വേണ്ട, അവർക്ക് ആവശ്യമില്ല. എൻ്റെ വോട്ട് ആർക്കും ആവശ്യമില്ല. ആർക്കും വേണ്ടാത്ത അജിന്തി പ്രസാദ്, ആരില്ലാത്ത അജിന്തി പ്രസാദ്. അജിന്തി പ്രസാദ് വോട്ട് വേണ്ട ആർക്കും. അപ്പം അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ.